അങ്ങനെ ഇപ്പോൾ താനോസിനെ കാണുവാനായി സ്പേസ് ഷിപ്പിൽ കയറി ചന്ദ്രനിലേക്ക് നമ്മുടെ അവെഞ്ചേഴ്സ് പോവുകയാണ്. ഇപ്പോൾ അവെഞ്ചേഴ്സ് സ്പേസ് ഷിപ്പിൽ ചന്ദ്രനിൽ വന്നപ്പോൾ തന്നെ ഒരു വലിയ കല്ലെറിഞ്ഞ് അവെഞ്ചേഴ്സ് ഇരിക്കുന്ന സ്പേസ് ഷിപ്പ് തന്നെ താനോസ് തകർക്കുന്നു. എന്നിട്ട് ആ ഷിപ്പിൽ നിന്നും പണ്ട് പവർ സ്റ്റോൺ വെച്ചിരുന്ന ഒരു പെട്ടി താനോസിന് കിട്ടുകയാണ്. പക്ഷേ ആ പെട്ടിക്കുള്ളിൽ പവർ സ്റ്റോൺ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പെട്ടി താനോസിനിട്ടുള്ള ഒരു കെണിയായിരുന്നു. കാരണം ഇപ്പോൾ ആ ബോക്സ് ഒരു വലിയ ഇലക്ട്രിക് കൂടായി മാറുകയാണ്. ആ കൂടിനകത്ത് താനോസ് പെടുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ അവിടെ വേറൊരു സ്പേസ് ഷിപ്പിൽ നമ്മുടെ അവെഞ്ചേഴ്സ് വരികയാണ്. ഈ താനോസ് എന്തെങ്കിലും തറവേല കാണിക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടായിരുന്നു അവെഞ്ചേഴ്സ് ആളില്ലാത്തൊരു സ്പേസ് ഷിപ്പ് അങ്ങോട്ട് നേരത്തെ അയച്ചതും എന്നിട്ട് താനോസിനെ കെണിയിലാക്കിയതും. അങ്ങനെ ഇപ്പോൾ കെണിയിലകപ്പെട്ട് നിൽക്കുന്ന താനോസിൻ്റെ അടുത്തേക്ക് അവെഞ്ചേഴ്സ് ചെല്ലുകയാണ്. അപ്പോൾ തന്നെ താനോസ് മര്യാദയ്ക്ക് തന്നെ അഴിച്ചു വിടുവാനും എന്നിട്ട് ആ പവർ സ്റ്റോൺ തനിക്ക് തിരിച്ചു തരുവാനും ആ പവർ സ്റ്റോൺ തൻ്റെ അടുത്തു നിന്നും ആ പരട്ട റെഡ് സ്കൾ അടിച്ചു മാറ്റിയതാണെന്നും ആ പവർ സ്റ്റോൺ തനിക്ക് തിരിച്ചു തന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ താൻ ഇവിടുന്ന് പോകാമെന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിയെ താൻ നശിപ്പിക്കുമെന്നും താനോസ് അവെഞ്ചേഴ്സിനോട് പറഞ്ഞതും അതെല്ലാം കേട്ട് അവെഞ്ചേഴ്സിന് ചിരി വരികയാണ്. ഇപ്പോൾ അവെഞ്ചേഴ്സ് താൻ പറഞ്ഞതെല്ലാം കേട്ട് ചിരിക്കുന്നത് കണ്ട് ദേഷ്യം വന്ന താനോസ് നിൻ്റെയൊക്കെ ചിരി താൻ അവസാനിപ്പിച്ച് തരാമെന്നും പറഞ്ഞ് ആ കൂടും തകർത്ത് അവെഞ്ചേഴ്സിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവെഞ്ചേഴ്സ് എത്ര ശ്രമിച്ചിട്ടും താനോസിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. താനോസ് എല്ലാവർക്കിട്ടും എടുത്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും താനോസിനെ തോൽപ്പിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന അയൺമാനോട് തൻ്റെ കയ്യിലുള്ള പവർ സ്റ്റോൺ ഉപയോഗിച്ച് താൻ താനോസിനെ തോൽപ്പിക്കട്ടെ എന്ന് ആർസനൽ അയൺമാനോട് ചോദിച്ചതും അയൺമാൻ അത് വേണ്ട എന്ന് പറയുകയാണ്. കാരണം ഈ ആർസനലിന് പവർ സ്റ്റോൺ എങ്ങനെ ഉപയോഗിക്കണമെന്നോ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നോ ശരിക്കും അറിയില്ല. എങ്ങാനും ആർസനൽ പവർ സ്റ്റോൺ ഉപയോഗിച്ച് താനോസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ആ ചന്ദ്രൻ തന്നെ ഇല്ലാതെയായി പോകും. അതുകൊണ്ടാണ് അയൺമാൻ ആർസനലിനോട് സ്റ്റോൺ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആ വാച്ചറിൻ്റെ കെട്ടിടത്തിനുള്ളിലെ എന്തോ ഒരു ഡിവൈസ് കണ്ടതും അപ്പോൾ തന്നെ അയൺമാൻ എന്തോ ഒരു ഐഡിയ തോന്നുകയാണ്. പുള്ളിക്കാരൻ തോറിനെയും ഹൾക്കിനെയും ക്യാപ്റ്റൻ അമേരിക്കയും ഒഴിച്ച് ബാക്കിയുള്ളവരെ തന്നെ സഹായിക്കുവാനായി ആ കെട്ടിടത്തിനുള്ളിൽ വിളിച്ചു വരുത്തുകയാണ്. ഇപ്പോൾ അയൺമാൻ അവിടെയുള്ള വാച്ചറിൻ്റെ ഡിവൈസിൻ്റെ അകത്തുള്ള ലെൻസൊക്കെ എടുത്ത് അതുപയോഗിച്ച് ഒരു പുതിയ ഡിവൈസ് ഉണ്ടാക്കാൻ നോക്കിയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടാക്കി ആർസനലിന് കൊടുത്താൽ അതുപയോഗിച്ച് ആർസനലിന് പവർ സ്റ്റോണിനെ കറക്റ്റായി ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ അയൺമാനും ബാക്കിയുള്ളവരും ആ ഡിവൈസ് ഉണ്ടാക്കുവാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ ക്യാപ്റ്റൻ അമേരിക്കയും ഹൾക്കും തോറും താനോസിനോട് പൊരിഞ്ഞ ഫൈറ്റ് നടത്തുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്ക് താനോസിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. താനോസ് ക്യാപ്റ്റനെ അടിച്ചു വീഴ്ത്തുന്നു. മാത്രമല്ല തോറിനെ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തിയിട്ട് താഴെ കിടക്കുന്ന തോറിൻ്റെ ഹാമർ എടുക്കുവാൻ താനോസ് നോക്കുകയാണ്. പക്ഷെ ഹാമർ ഉയർത്തുവാൻ താനോസിന് സാധിക്കുന്നില്ല. അപ്പോൾ തന്നെ വീണ് കിടക്കുന്ന തോറ് നിന്നെപ്പോലെയുള്ളവന്മാർക്ക് ഒരിക്കലും തൻ്റെ ഹാമർ ഉയർത്തുവാൻ സാധിക്കില്ല എന്ന് താനോസിനോട് തോർ പറഞ്ഞതും ചുറ്റിക പൊക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, പകരം തനിക്ക് നിന്നെ പൊക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് താനോസ് തോറിനെ എടുത്ത് ഉയർത്തിയിട്ട് തോറിനെ താഴെ കിടക്കുന്ന ചുറ്റികയ്ക്കിട്ട് ആഞ്ഞാഞ്ഞ് അടിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ തോറിനെ അടിച്ചു വീഴ്ത്തിയിട്ട് ഹൾക്കിനെയും അടിച്ച് തോൽപ്പിച്ചിട്ട് താനോസ് ആ വാച്ചറിൻ്റെ കെട്ടിടത്തിനുള്ളിലേക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ താനോസിനെ കണ്ടതും അവിടെയുള്ള അയൺമാനും ബാക്കിയുള്ളവരും താനോസിനെ തോൽപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും താനോസിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ തന്നെ അയൺമാൻ താൻ ഉണ്ടാക്കിയ ഡിവൈസ് ആർസനലിന് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ആർസനൽ ആ ഡിവൈസ് കൊണ്ട് പവർ സ്റ്റോൺ ഉപയോഗിച്ച് താനോസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും താനോസിന് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം പുള്ളിക്കാരൻ്റെ കയ്യിൽ ആ ഇൻഫിനിറ്റി ഗൗണ്ടിലേറ്റ് ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് ആർസനലിൻ്റെ അറ്റാക്ക് താനോസ് തടഞ്ഞു. മാത്രമല്ല ഇപ്പോൾ താനോസ് ആർസനലിൻ്റെ ദേഹത്തു നിന്നും ആ പവർ സ്റ്റോൺ എടുത്ത് ഇൻഫിനിറ്റി ഗൗണ്ടിലേറ്റിൽ ഒഴിക്കുകയും ചെയ്തു. എന്നിട്ട് അവെഞ്ചേഴ്സിനോട് നിൻ്റെയൊക്കെ ഭൂമിയെ താൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് ഭൂമിയെ ലക്ഷ്യമാക്കി താനോസ് പോവുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കണ്ടതും ഇനി എങ്ങനെ താനോസിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നത് ക്യാപ്റ്റൻ അമേരിക്ക ചോദിച്ചതും അപ്പോൾ തന്നെ ഫാൽക്കൺ അവിടെയുള്ള വാച്ചറിൻ്റെ ടെക്നോളജി പരിശോധിച്ചിട്ട് താനോസിനെ ഇനി തോൽപ്പിക്കണമെങ്കിൽ വലിയ തോതിലുള്ള ഏകദേശം 10 മെഗാടോൺസ് എനർജി വേണമെന്ന് പറഞ്ഞതും അപ്പോൾ തന്നെ ആർസനൽ തൻ്റെ അടുത്ത് അത്രയും എനർജി ഉണ്ടെന്നും തനിക്കത് ലഭിച്ചത് ആ ഗ്രിം റീപ്പറിൻ്റെ മിസൈലിൽ നിന്നുമായിരുന്നുവെന്നും അവരോട് പറയുകയാണ്. മാത്രമല്ല അയൺമാൻ്റെ അച്ഛനായ ഹവേർഡ് സ്റ്റാർക്കിൻ്റെ ഒരു ഹോളോഗ്രാം റെക്കോർഡിങ് ആർസനൽ അവർക്കെല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ആ റെക്കോർഡിങ്ങിൽ അയൺമാൻ്റെ അച്ഛൻ ഈ ആർസനൽ അബ്സോർബ് ചെയ്യുന്ന പവറെല്ലാം ഒരു പാരലൽ ഡയമെൻഷനിലാണ് ഉള്ളതെന്നും പക്ഷെ അതെല്ലാം തിരിച്ചെടുത്താൽ അപ്പോൾ തന്നെ ആർസനൽ ഇല്ലാതെയാകുമെന്നും പറഞ്ഞ് ആ റെക്കോർഡിങ് അവസാനിക്കുകയാണ്. ഇപ്പോൾ അതെല്ലാം കേട്ടതും അയൺമാന് വലിയ സങ്കടമാവുകയാണ്. അത് കണ്ടതും ആർസനൽ തന്നെ ഉണ്ടാക്കിയത് അയൺമാനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണെന്നും അതിനിടയിൽ താൻ ഇല്ലാതെയാകേണ്ടി വന്നാൽ തനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നും ആർസനൽ അയൺമാനോട് പറയുന്നു. അങ്ങനെ അവസാനം അയൺമാൻ സങ്കടത്തോടെ താനോസിനെ പോയി തോൽപ്പിക്കുവാൻ ആർസനലിനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ആർസനൽ താനോസിനെ നേരിടുവാനായി പോകാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ അവിടെ ഫാൽക്കൺ വന്നിട്ട് ആദ്യം നമുക്ക് ആ പവർ സ്റ്റോണിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് അറിയണമെന്ന് പറഞ്ഞതും അപ്പോൾ തന്നെ ഹോക്കായും തോറും ഹൾക്കും ക്യാപ്റ്റൻ അമേരിക്കയും അവിടെയുള്ള വാച്ചറിൻ്റെ 4 വലിയ റോബോട്ടിക് ആർമറിൽ കയറി താനോസിൻ്റെ അടുത്തേക്ക് ചെന്ന് താനോസിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ താനോസ് ക്യാപ്റ്റൻ അമേരിക്കയോടും ബാക്കിയുള്ളവരോടും തിരിച്ച് ഫൈറ്റ് ചെയ്യുകയും അതിനിടയിൽ പവർ സ്റ്റോൺ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു.
ഇപ്പോൾ താനോസ് പവർ സ്റ്റോൺ ഉപയോഗിച്ചതും അപ്പോൾ തന്നെ ഫാൽക്കണിന് ആ പവർ സ്റ്റോണിൻ്റെ എനർജി ഫ്രീക്വൻസി ലഭിക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ ആർസണലിനോട് ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നീ എനർജി ഉപയോഗിച്ച് താനോസിനെ അറ്റാക്ക് ചെയ്യണമെന്ന് ഫാൽക്കൺ പറയുന്നു. അങ്ങനെ ഉടനെ തന്നെ താനോസിൻ്റെ അടുത്തേക്ക് ആർസണൽ ചെന്ന് തൻ്റെ എനർജി പുറത്തെടുത്ത് താനോസിനെ അറ്റാക്ക് ചെയ്തതും അപ്പോൾ തന്നെ ആർസണലിൻ്റെ അറ്റാക്ക് ഏറ്റ് താനോസ് അങ്ങ് ദൂരേക്ക് തെറിച്ചു പോവുകയാണ്. മാത്രമല്ല ആ അറ്റാക്കിൽ ആർസണൽ തകർന്നു പോവുകയും ചെയ്തു. പിന്നീട് ഇനി അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അയൺമാൻ തകർന്നുപോയ ആർസണലിൻ്റെ തലയെടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ആർസണലിനെ തിരിച്ച് എന്തെങ്കിലും പഴയതുപോലെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. മാത്രമല്ല ആ പൊട്ടിത്തെറിയിൽ യൂണിവേഴ്സിൽ എവിടെയോ തെറിച്ചുപോയ താനോസിനെ ഫാൽക്കൺ എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. ഇനി അഥവാ താനോസ് ആ പവർ സ്റ്റോണുമായി ഇനി തിരിച്ചു വന്നാൽ താനോസിനെ നേരിടുവാനായി അവെഞ്ചേഴ്സ് എല്ലാവരും തയ്യാറായി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.